എല്ലാവർക്കും നമസ്കാരം. ലെറ്റസ്റ്റ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എഴുത്തുകാരനായ രാജൻ പെരുമ്പള്ളിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനം അദ്ദേഹം എഴുതിയ പുസ്തകം മനസ്സിന് തീ പിടിച്ച കാലം. ആ പുസ്തകമാണ് ഇന്നിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ആ പുസ്തകം വായിച്ച് അതിൻ്റെ ഒരു അവതാരിക എഴുതിയത് ഡോക്ടർ ഖദീജ മുംതാസ് ആണ്. ഖദീജ മുംതാസ് പറഞ്ഞിരിക്കുന്നത്, ഉള്ളു പുകഞ്ഞ അനുഭവാഖ്യാനമാണിത്. ഹൃദയാലുവായ ഒരാൾ, മൂന്നാം ലോകത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാൾ, തൻ്റെ പ്രിയപ്പെട്ടവളുടെ രോഗകാലത്തെ അതിൻ്റെ എല്ലാ ഭൗതിക അപര്യാപ്തതകളോടെയും മാനസിക സംഘർഷങ്ങളോടെയും അനുഭവിച്ചത് എങ്ങനെ എന്നതിൻ്റെ അനന്യമായ ചിത്രീകരണമാകുന്നുണ്ട് ഇത്. രാജൻ, ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോഴും എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് ഖദീജ മുംതാസ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തമ്മിൽ ഈ പുസ്തകത്തെ പറ്റി പ്രിയപ്പെട്ടവൾക്ക് ക്യാൻസറാന്ന് അറിയില്ല, പിന്നെ അതിനുശേഷം മരിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അവസാനം വരെ അവളുടെ ഒപ്പം ഉണ്ടാവുക. അതും സാധാരണ ഒരു പക്ഷേ ഒരു വീട്ടിൽ രോഗി ആയിട്ടുള്ള ഒരാളുള്ളപ്പോൾ സഹജീവികളായ മറ്റ് ബന്ധുക്കളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അതിനുശേഷം നമ്മൾ അനുഭവിച്ച ആ ആത്മസംഘർഷങ്ങളൊക്കെ പകർത്തുക, അതാണല്ലോ ഈ പുസ്തകം. അവിടെയാണ് രാജന്റെ ഒരു വ്യത്യസ്തത നമുക്ക് മനസ്സിലാവുന്നത്. ഈ ബിജി എന്നാണ് വരുന്നല്ലോ ഭാര്യയുടെ പേര്. ബിജിക്ക് അസുഖം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ബിജിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖത്തെ കുറിച്ച് ആളൊന്നും പറഞ്ഞിരുന്നില്ല, കൃത്യമായി ഒന്നും പറയില്ല. ആള് ഫുൾ ഹാപ്പിയിൽ തന്നെ നടക്കുകയായിരുന്നു പതിവ്. ഈ അസുഖത്തിന് ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. ഒരു ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറക്റ്റ് മനസ്സിലാകുന്നത് ഡിസംബർ അവസാനമാണ്. അതിനേറ്റ് മുന്നായിട്ട് നമുക്ക് ആൾക്ക് ഒരു ചെറിയ ശരീരം കഴപ്പും ഇതൊക്കെ വരും, പിന്നെ ഇടയ്ക്ക് ചെറിയ ഛർദി വരും. അപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ശരീരം മെലിഞ്ഞു വന്നു. അതായിരുന്നു പ്രധാന ഒരു ഇത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ് അസുഖം, നമുക്ക് ഡോക്ടറെ കാണാൻ പോവാന്ന് പറയുമ്പോൾ ആള് കാര്യാക്കില്ലേ. അത് സാധാരണ സ്ത്രീകളുടെ ഒരു രീതിയാണ്. അവർ മാക്സിമം ആശുപത്രിയിലേക്ക് പോകാതെ പോകും, കാരണം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അത്. അതേപോലെ തന്നെ സാരല്ലേ അങ്ങനെ പറഞ്ഞ് പിന്നെ അവസാനം നമ്മള് ഒരു ഡോക്ടറെ അവിടെ ലോക്കലായിട്ട് ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ആള് മരുന്നൊക്കെ കുറിച്ച് തന്നു, പനി എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. പിന്നെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെയും ആൾക്ക് അസുഖം ഛർദിയൊക്കെ കൂടി വന്നപ്പോ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആൾക്ക് വീണ്ടും അസുഖം കൂടിയത്. അസുഖം കൂടിയപ്പോ ഇത് ഞങ്ങള് ദയ ഹോസ്പിറ്റലില്ലേ അവിടേക്ക് കൊണ്ടുപോയി. പിന്നെ അവര് മൊത്തത്തില് ചെക്ക് ചെയ്തു. ആ പരിശോധനയിലാണ് ഇത് ഇങ്ങനെ മനസ്സിലായത്. ബയോപ്സി ഒക്കെ ചെയ്തപ്പോ അല്ല, അവിടെ ബയോപ്സി ഒന്നും ചെയ്തില്ല, അവിടെ വെറുതെ അല്ലാണ്ട് തന്നെ മനസ്സിലായി. ബ്രസ്റ്റില്. അപ്പൊ അതിന് മുന്നേ ഞാനും നമ്മളോടൊന്നും പറയണ്ടായപ്പോ ആളുടെ ഒരു കൂട്ടുകാരുണ്ട് ജയ എന്ന് പറഞ്ഞിട്ട്, വീടിന്റെ അടുത്ത് തന്നെയാണ്. അവരും വിളിച്ചിട്ട് ചോദിച്ചപ്പോഴും പറഞ്ഞത് യൂറിൻ ഇൻഫെക്ഷൻ ആണ്, അല്ലാണ്ട് വേറെ അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെയാണല്ലോ ആദ്യത്തെ ഇതിൽ നമ്മളൊരു സിമ്പിൾ വന്നു പോകുന്ന രോഗമായിട്ട് തന്നെയാണല്ലോ എല്ലാവരും കരുതുന്നത്. അങ്ങനെയാണ് പിന്നെ ഇവര് മാറാണ്ട് വരുമ്പോഴാണ് മറ്റു പരിശോധനകൾക്ക് ആളുകൾ പോകുന്നത്. മെഡിക്കൽ കോളേജിലേക്കാണ് പിന്നെ പോകുന്നത്. അല്ല, അന്ന് ഞങ്ങള് പിന്നെ RCCയിൽ പോവാന്നുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ ടിക്കറ്റ് ഒക്കെ ഉടനെ ബുക്ക് ചെയ്തു, ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസത്തേക്കാണ് ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോ അന്ന് രാത്രി വീണ്ടും ഫുൾ ഛർദി വന്നു. ഛർദി വന്നാൽ പിന്നെ നമ്മള് രക്ഷയില്ലല്ലോ. വീണ്ടും ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വന്നു. ജില്ലാ ഹോസ്പിറ്റലിൽ വന്നപ്പോ അവര് ഇഞ്ചക്ഷൻ കൊടുത്തു, മരുന്നുകളൊക്കെ കൊടുത്തപ്പോ ഛർദി നിന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു ഇനി RCCയിൽ ഇയാളെ കൊണ്ടുപോകാനുള്ള ഒരു ആരോഗ്യം വേണ്ടേ, നിങ്ങള് ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മള് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകാന്ന് വെച്ച് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകുന്നത്. പിന്നെയുള്ള ജീവിതം മെഡിക്കൽ കോളേജിലായിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് വീട്ടിലേക്ക് വരും, പിന്നെ വീണ്ടും പോകും. അങ്ങനെയല്ലായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കും, പിന്നെ ഇത്തിരി ഭേദമാകുമ്പോ വീട്ടിൽ വരും. എനിക്ക് ഈ പുസ്തകത്തില് ഇതിൽ നമ്മുടെ കാഴ്ചക്കാർ ഇപ്പൊ ഇതൊരു കാണുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കുറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അത് പ്രത്യേകിച്ചും പാവപ്പെട്ട ആളുകൾ. അതായത് ഇപ്പൊ നമ്മള് ഒരുപാട് ആളുകള് സ്വകാര്യ ആശുപത്രികളെയാണ് അഭയം പ്രാപിക്കുന്നത്. എന്നാൽ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വേറെ കുറിച്ചിട്ടില്ല.
അപ്പൊ അവര് മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ മെഡിക്കൽ കോളേജ് വെച്ചാൽ നമ്മുടെ സർക്കാർ ആശുപത്രിയിലേക്കാണ് പോവുക. അപ്പൊ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ശരിക്ക് നിങ്ങളൊരു രോഗീനെയും കൊണ്ടാണല്ലോ പോകുന്നത്, നിങ്ങൾ തകർന്ന അവസ്ഥയിലാണ് പോകുന്നത് അല്ലെ? അപ്പോ അവിടെ ചെല്ലുമ്പോ നമുക്ക് രോഗിക്കും ഒരു സമാധാനം കിട്ടണം, നമുക്കും കിട്ടണം. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോ നമ്മൾ നട്ടന്നിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക. അപ്പൊ അതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടും. അതാണ് പറഞ്ഞത്, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇതിലുണ്ടല്ലോ, ഈ പുസ്തകത്തിലുണ്ട്. അപ്പോ എന്താണ് ശരിക്കും മെഡിക്കൽ കോളേജിൽ അവിടെ ചെന്നപ്പോ ഫസ്റ്റ് ഓരോന്നോരോന്നായിട്ട് പറയണെങ്കിൽ എന്തായിരിക്കും? ഓരോന്നായി പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അഡ്മിറ്റ് ആവണായിട്ട് മുന്നേ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണത് നല്ലതാണ്. പിന്നെ നമ്മള് ഓടിച്ചെന്ന് ഉണ്ടെങ്കിൽ അവിടെ നമ്മളെ അഡ്മിഷൻ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓടിച്ചത് അത് ഓടിയെന്ന് അഡ്മിഷൻ കിട്ടില്ല. ആദ്യം നമ്മള് മറ്റേ ഡോക്ടറെ കണ്ട് OP-യിൽ ടിക്കറ്റ് എടുത്തിട്ട് ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അല്ലാണ്ട് നേരെ അത്യാഹിത വിഭാഗത്തിൽ കയറ്റിയിട്ട് അത് കിട്ടും. ഞങ്ങള് അഡ്മിറ്റ് ആയത് മുഴുവൻ അങ്ങനെയായിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ പോയി നിങ്ങൾ അങ്ങനെ. പക്ഷെ അവിടെ ഇതിൽ പറയുന്നുണ്ടല്ലോ, ഈ വ്യക്തമായിട്ട് ഒരു മറുപടി കിട്ടില്ല എന്ന് പറയുന്നത്. ഒരു എവിടേക്ക് പോണ്ടേന്ന് അറിയില്ല. അതൊരു വിശാലമായ ആശുപത്രിയിൽ അതൊരു വലിയ വിഷയമല്ലേ. അതെങ്ങനെയാണ് അവർക്ക് അതിനുള്ള പൂർണ്ണമായ വിവരം കൊടുക്കാൻ ഉള്ള ഒരു സംവിധാനം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇലക്ഷൻ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മളിപ്പോഴും. ഞങ്ങളിന്ന് കളക്ടറേറ്റിൽ പോയിട്ട് എവിടെയാണ് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ഈ കളക്ടറേറ്റിൽ കയറി ചെല്ലുന്ന എടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ആർക്കറിയില്ല, ഒന്നും അറിയില്ല. ഇത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ അവർ പറയും ചിലപ്പോൾ മുകളിലാവും, ചിലപ്പോൾ അടിയിലാവും. അല്ല, എന്നാലും ഈ റിട്ടേണിംഗ് ഓഫീസർമാരൊക്കെ എവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളോട് പറയാണ്, നമ്മൾ 1-2 സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുമ്പോൾ അവർ തന്നെ പരസ്പരം ചർച്ച ചെയ്യാതെ എവിടെയാണ്, ഇവിടെ മുകളിൽ ഹാളിലായിരിക്കും. നമ്മളിപ്പോൾ അവിടെ ചെന്ന് മുകളിൽ ചെല്ലുന്നു, ഹാൾ എവിടെയാണെന്ന് അന്വേഷിക്കും. അപ്പോൾ ഹാൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതൊരു ഓഫീസാണ്. അപ്പോൾ അവരോട് ചോദിക്കുക, ഈ റിട്ടേണിംഗ് ഓഫീസറുടെ ആ സ്റ്റാഫിനൊന്നും അറിയില്ല. പക്ഷെ ആക്ച്വലി ഞങ്ങൾ എന്നിട്ട് അതിന്റെ പുറത്തേക്ക് വരണം. പുറത്ത് വന്നിട്ട് ഞങ്ങൾ വീണ്ടും അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയാം, അത് ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അവർക്ക് ഒരു റിട്ടേണിംഗ് ഓഫീസർമാർക്ക് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, അവരവിടെ ഇട്ടത്. ഇതാണ് സിസ്റ്റം. ഇത് തന്നെയല്ലേ അവിടുത്തെ ഈ ഇൻഫർമേഷൻ ആളുകൾക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ. ഇപ്പൊ അവിടെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ പിടുത്തമൊന്നും ഇല്ല, അല്ലെങ്കിൽ നല്ല മറുപടികൾ കിട്ടില്ല. അങ്ങനെ ഡിവൈഎഫ്ഐക്കാര് ചോറ് കൊടുക്കുന്ന പോലെ രണ്ടുപേര് ഇതിനു വേണ്ടി 10 പേരെ നിർത്തിയ ശരിക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇല്ലേ? ഈ പാവങ്ങളെ ഇങ്ങനെ വരുന്ന ഒരു വിവരം കൊണ്ട് വരുന്ന ആളുകളെ സഹായിക്കാം. ഇത്രയും ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുണ്ട്. എനിക്ക് ബ്ലഡ് ഒക്കെ ഡിവൈഎഫ്ഐക്കാരാണ് തന്നത്. അതുപോലെ ചോറും നമ്മൾ വാങ്ങാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇവര് ഒരു 10 പേരെ ഈ വക ഇൻഫർമേഷനുകൾ കൊടുക്കാൻ വെച്ചിരുന്നെങ്കിൽ, കാരണം നമ്മുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് സർക്കാരിന് ഇപ്പോ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തണം. അപ്പൊ നമ്മൾ ക്യാൻസർ ആണ് ബാധിക്കുക എന്ന് പറയുമ്പോൾ ആ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ ചെല്ലുന്നത്. നമ്മൾ ആകെ ഡെസ്പായിരിക്കും. കുറെ ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ഒത്തുപോകാൻ ശ്രമിക്കും, അല്ലേ മനുഷ്യരങ്ങനെ. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് എന്താണെന്ന് നമുക്ക് അറിയില്ല. ആള് രക്ഷപ്പെടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ പോവുക. സ്റ്റേജ് ചിലപ്പോൾ അധികം ആയിട്ടുണ്ടാവില്ല. അങ്ങനെയല്ല ആദ്യം തിരിക്കും. സ്റ്റേജിനെ കുറിച്ച് ഇവര് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. എത്ര ചോദിച്ചിട്ടും കാര്യമില്ലല്ലേ. നമ്മള് അപ്പൊ രോഗിയുടെ ഒരു അവസ്ഥ നമുക്ക് ദയെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, വളരെ മോശമാണെന്നുള്ള പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ നമ്മള് സ്റ്റേജിനെ കുറിച്ച് നമ്മൾ ഡോക്ടറോട് ചോദിച്ചില്ല, ആള് പറഞ്ഞൂല്ല. ശരിക്കും ആ രോഗിയോട് പോലും അല്ലെങ്കിൽ രോഗിയോട് ബന്ധപ്പെട്ടവരോട് പോലും കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ തരാത്തൊരു പ്രശ്നമാണ്. അത് ഉണ്ടെങ്കിൽ നമ്മളൊന്നുകൂടി വ്യത്യാസം വരും, നമ്മുടെ പെരുമാറ്റത്തിൽ അതൊക്കെ വ്യത്യാസം വരും. ഒന്നും പറയില്ല. ഇതിപ്പോ നമുക്ക് പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഇതറിഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ പേടിയുണ്ടല്ലോ, പേടിയുണ്ട്. അപ്പൊ അറിയാതിരുന്ന അങ്ങനെ പോട്ടെ എന്നുള്ള ലെവലില് നമ്മൾ ചോദിക്കാൻ നിൽക്കാഞ്ഞത് അതുകൊണ്ടാണ്. മറ്റൊരു കാര്യം, ഇവിടുത്തെ ജനറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും കിടപ്പൊക്കെ നിലത്ത് കിടക്കുന്ന തന്നെയല്ലേ ഇപ്പോഴും? അത് കുറെ ആൾക്കാർക്കൊക്കെ നിലത്ത് കിടക്കണ്ടേ? ബെഡിൽ ആരും കിടത്തുക? ബെഡില് രോഗിക്ക് കിടക്കാം. പക്ഷെ ഇപ്പോ ഞാൻ അവിടെ പോകുമ്പോ ഞാൻ കണ്ടത് രോഗികൾ കിടക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ രോഗിയാകുമ്പോ നമ്മൾ അവിടെ നിന്ന് നമ്മൾ തന്നെ അവിടെ നിന്ന് മേടിച്ചിട്ട് അവിടെ കിടക്കണ്ടേ? നമ്മളെ ഇപ്പൊ ഒരാളെയാണ് നിർത്തുക അവിടെ. നിർത്തുക.
പ്രത്യേകിച്ച് സ്ത്രീ വാർഡുകളിലെ ഒരു വിഷയം അതാണ്. ഒരാളാണ് വയ്യാത്ത രോഗിയുടെ അടുത്ത് നിർത്തുക. അങ്ങനെ നിർത്തുമ്പോ ഇപ്പൊ നമ്മുടെ വൈഫിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന സമയത്ത് രണ്ടുപേരെങ്കിലും 2-3 പേരുണ്ടെങ്കിലും ഒരു ആവശ്യമുള്ള സമയമായിരുന്നു. അപ്പൊ ഇവര് പറയണത് ഒരാളെ പാടുള്ള എന്ന് പറയുമ്പോ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പുറത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക, അതായത് ഒരു 100 മീറ്ററെങ്കിലും അകലെ. പിന്നെ അവർക്ക് നമ്മുടെ അടുത്തേക്ക് നമ്മളെ അപ്പൊ അവര് വിളിച്ചു കഴിഞ്ഞാൽ ഇവര് കടത്തി വിടില്ല നമ്മളെ. അപ്പൊ അവര് അവിടെ ബ്ലോക്ക്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി അയാൾ വേറൊരു ലോകത്താണ്. അത് ശരിയാ. സെക്യൂരിറ്റി വേറെ ലോകത്ത്. അയാൾക്ക് അയാളുടേതായ കുറെ നിയമങ്ങളുണ്ട്. കാരണം അല്ലെങ്കിൽ അയാളോട് ചോദിച്ചു അയാൾ എന്തെങ്കിലും മനസാക്ഷി കടിച്ചിട്ട് ചോദിച്ചാൽ അയാൾക്ക് വേറെ. അപ്പൊ അയാൾ അതിനെ പറ്റി പറയണ്ടായിരിക്കും. അപ്പൊ നമ്മളെ കടത്തി വിടില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ അന്ന് കൊറോണ കാലം കൂടി ആയിരുന്നു നമ്മുടെ ഒരു കാലം. അപ്പൊ ഒന്നുകൂടി അവര് സ്ട്രിക്റ്റ് ആക്കി എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്ത്രീ വാർഡില് നമുക്ക് പ്രവേശിക്കാനൊക്കെ വലിയ ഒരു പ്രശ്നമാണല്ലേ? ജെൻഡർ പ്രശ്നം ഭയങ്കരമാണല്ലോ അവിടെ. അതെ. അപ്പൊ എങ്ങനെയത് അവരുടെ ഭയങ്കര കർശനമായ നിയമങ്ങളാണ്? കർശനമായ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ആണുങ്ങൾക്ക് സ്ത്രീ വാർഡില് നിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഇപ്പൊ ഒറ്റയ്ക്ക് ഇപ്പോ തീരെ വയ്യാത്ത രോഗിയുടെ അടുത്ത് എപ്പോഴും 1-2 പേര് മിനിമം വേണം. ഇപ്പൊ എന്റെ ഭാര്യയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് എണീപ്പിക്കണമെങ്കിൽ ബാത്റൂമിൽ പോകണമെന്നൊക്കെയാ. അപ്പൊ എണീപ്പിക്കാൻ 2 പേര് വേണം. പിന്നെ വീൽ ചെയറിൽ പിടിച്ചിരുത്തണം, നടക്കാൻ വയ്യ. അപ്പൊ ഇവര് സാധാരണ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഒരാൾ മതി എന്ന് പറയണതിന്റെ കാരണം എന്താ വെച്ചാല് അവര് വരും, നേഴ്സുമാര് വരും, ഇവര് വരുമോ? ഇവിടെ അങ്ങനെ വരവ് കുറവാണ്. ആളില്ലല്ലോ, ചവറ് കിടക്കുന്ന ആൾക്കാരല്ലേ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അതായത് കുറെ ആളുകൾ കട്ടില് കിടക്കുന്നുണ്ടാവും, കുറെ ആളുകള് നിലത്ത് കിടക്കുന്നുണ്ടാവും. ഈ നിലത്തും കിടക്കുന്ന വെച്ചാൽ അവരെ മടക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ബെഡില്ല, നിങ്ങള് വീട്ടിൽ പോകാൻ പറ്റുമോ? അങ്ങനത്തെ കണ്ടീഷനിലല്ല ഒരു രോഗി വരുന്നത്. അപ്പോ മറ്റൊരു സന്തോഷകരമായ കാഴ്ച അവിടെ കണ്ടത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഇതുപോലുള്ള നമ്മുടെ വെട്ടറികളുടെ ടൈൽസ് അടിച്ച സ്ഥലമാണ്. ആദ്യകാലത്ത് ഭയങ്കര കച്ചറ സ്ഥലമായിരുന്നു, എന്തൊരു അഴുക്കായിരുന്നു. ഇന്ന് പിന്നെ നമുക്ക് തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ ഈ നമ്മൾ അത് അവിടെ നിന്ന് പുറത്തുനിന്ന് കിട്ടും. ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്ന് എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ, എടുക്കാനുള്ള എല്ലാം കിട്ടും. നമ്മള് അതും മേടിച്ചങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ ഒരു സൗകര്യം ഉണ്ട്. അപ്പോ സാധാരണ വലിയ ആശുപത്രികളിലുള്ള പോലെ നിയമങ്ങളും അന്ന് ആളില്ലതാണ്. അപ്പൊ നിങ്ങള് ഇപ്പൊ മോളൊക്കെ അല്ല അടുത്ത് നിന്നിരുന്നത്? മോളെ പേര് കുക്കുന്നും പിന്നെ ദൃശ്യ എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റാളെ തേജു എന്ന് വിളിക്കും, അവരല്ലേ? അപ്പൊ അമ്മയുടെ അടുത്തുണ്ടായിരുന്നു? അവരെന്നെയായിരുന്നു. അതൊരു വലിയ ഇത് തന്നെയായിരിക്കും. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറാത്ത അസുഖമാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് അവരുടെ ഒരു ജീവിതം നമ്മള് അത്ഭുതപ്പെടുകയാണ് ആ കുട്ടികളെ പറ്റിയിട്ട്. അവര് എങ്ങനെയാണ് അതിന് ആദ്യകാലത്ത് എങ്ങനെ നിങ്ങളാണല്ലോ അത് ഡീൽ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയായിരുന്നു അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇപ്പൊ ആദ്യം എല്ലാവരും ഒന്ന് ഫെഡപ്പ് ആവുമല്ലോ, തകർന്നു പോകുന്ന അവസ്ഥ. പിന്നെ പറഞ്ഞ് ഞങ്ങൾ തന്നെ ഒരു ബോധ്യപ്പെടുത്തലുകൾ വന്നു. പിന്നെ ബന്ധുക്കളായിട്ട് നമ്മുടെ ചേട്ടനും ചേച്ചിയും പിന്നെ അളിയൻ ഉണ്ടായിരുന്നു, അളിയൻ ബിജു, ചേട്ടൻ മോഹനൻ എന്ന് പറയും. ഇവരൊക്കെ ഫുൾ ടൈം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ ഫാമിലികളും ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ താങ്ങുണ്ടാവുക എന്ന് വലിയ സംഭവം. അവരൊക്കെ ഫുൾ ടൈം ഉണ്ടായി കാരണം നമുക്കൊരു വലിയ ആശ്വാസമായിരുന്നു. പിന്നെ സുഹൃത്തുക്കള് ജയൻ, പിന്നെ അജിത്ത്, പിന്നെ പ്രിൻസ്, അവര് ഫാമിലി നല്ലത് തന്നെ. അല്ല, അവരുടെ നിയമങ്ങൾ എങ്ങനെയായിരുന്നു? നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീ വാർഡിലെ നിയമം ആണുങ്ങൾക്ക് അവിടെ പാടില്ല. അപ്പൊ നമ്മള് എന്റെ മോള് മാത്രം അവിടെ നിൽക്കുക, ഞാൻ പുറത്ത് ഷെഡ് ഉണ്ട് അവിടെ, ആർക്കായാലും കിടക്കാം അവിടെ. അങ്ങനെ കിടക്കുന്നിടത്തുനിന്ന് ഇപ്പൊ രാത്രി ഒരു ദിവസം ഉണ്ടായ സംഭവമാണ്. 10 മണി നേരത്ത് പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യ, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരു ബാത്റൂമിൽ നിന്ന് പിടിച്ച് അങ്ങോട്ട് പോയി. അവിടെ നിന്ന് ബാത്റൂം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എണീക്കാൻ പറ്റാണ്ടായപ്പോ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ നോക്കുമ്പോ എന്നെ സെക്യൂരിറ്റി തടഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ മോള് മാത്രമേ ഉള്ളൂ, എന്നെ ഒന്ന് കടത്തി വിടാൻ പറയുമ്പോ എന്നെ കടത്തി വിടുന്നില്ല. അതും അവിടെ സെക്യൂരിറ്റി ആയിരിക്കുന്നത് പുരുഷനുണ്ട്, പക്ഷെ സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു. അവര് തീരെ ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഫോൺ വിളിച്ച് നഴ്സിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അതിനും വയ്യ. അങ്ങനെ ഞാൻ എന്റെ മോളോട് പറഞ്ഞു നിങ്ങൾ നഴ്സിനോട് ചെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ഇവരവിടെ തന്നെ ഇരുന്നു. മോള് പോയി അടുത്തുള്ള കട്ടിലുള്ള ഒരു സഹായിനെ വിളിച്ചു കൊണ്ടുവന്ന് 2 പേരും കൂടി
അതും സ്ത്രീ തന്നെയാണ്. അവര് പിടിച്ചു കൊണ്ടുവന്നിട്ട് ബെഡിൽ കിടത്താണ് ഉണ്ടായത്. അത് വലിയൊരു ഇതാണ്. അങ്ങനത്തെ ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനത്തെ നിരന്തരം സന്ദർഭം ഉണ്ടാവും. കഷ്ടമാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. അത് ഞാൻ പറയണ സ്ത്രീ വാർഡുകളില് ഇപ്പൊ അങ്ങനെ ഒരു ജെൻഡർ വ്യത്യാസം പാടില്ല എന്നാണ് പറയണത്. നിൽക്കുന്നവര് സഹായികള് എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരെപ്പോഴും സഹായിക്കാൻ നിൽക്കുന്നവരാണ്. അല്ലാണ്ട് പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ ചെയിൻ പൊട്ടിക്കാനോ ഒന്നും വരുന്നവരല്ലല്ലോ. നമ്മള് നമ്മുടെ രോഗിയെ നോക്കാൻ വരുന്നത്. നമ്മൾ അത്രയും ഇതില് നിൽക്കുന്ന സമയത്ത് അവര് മറ്റൊരേത് രീതിയിലാണ് ചിന്തിക്കണമെന്ന് നമുക്ക് അറിയൂല. ഈ നേഴ്സുമാരുടെ അതിലൊരു ഒരു രംഗത്തില് ഞാനിത് വായിച്ചപ്പോ അതില് വളരെ പരുഷമായിട്ട് എന്തിനാ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അതൊരു സംഭവം കണ്ടല്ലോ. എന്താ അങ്ങനെയൊക്കെ എന്ത് ചോദിച്ചത്? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഈ ഇതിന്റെ ഒരു പരിപാടി ഉണ്ട് പറഞ്ഞിട്ട്. അത് മോദിയുടെ ഗ്യാരണ്ടിയാണോ? അല്ല, സർക്കാരിന്റെ 2 ലക്ഷം വരെ ഉള്ള ഒരു പദ്ധതിയാണ് അത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ നമ്മള് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഇന്ന ഒരു മാഡത്തിനെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അതിൽ പേര് വേറെ കൊടുത്തേക്കണത്, നമ്മുടെ പുസ്തകത്തിൽ വേറെ പേരാണ് കൊടുത്തേക്കണത്. ആ മാഡത്തിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോ അവരെ പോയി കണ്ടു. അപ്പൊ ഞാൻ അന്വേഷിച്ച് പിടിച്ച, നമുക്കറിയില്ലല്ലോ, അന്വേഷിച്ച് പിടിച്ച് ചെന്ന് സെക്കൻഡ് ഫ്ലോറിലൊക്കെയാണ്. അവിടെ ചെന്ന് നടക്കുമ്പോ എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ പരിങ്ങി നടക്കണ് എന്നോട് ചോദിക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന മാഡത്തിനെ മൃദുല എന്നാണ് ഇതിൽ കൊടുത്തേക്കണത്, ആ മാഡത്തിനെ ഒന്ന് കാണാൻ വരിക. അപ്പൊ അവര് പറയും, ഞാൻ തന്നെയാണ് അതിന്റെ ആള് എന്ന് പറയും. അപ്പൊ എന്താ വന്നതെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഭാര്യയ്ക്ക് വയ്യാണ്ട് ആദ്യമായിട്ടാണോ വരുന്നത്? ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ അഡ്മിറ്റ് ആയിട്ട് 4 ദിവസമായിട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറയണത്, അപ്പൊ ആദ്യമായിട്ടല്ലല്ലോ വരുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാ. തമാശ പറയാൻ പറ്റിയ സമയം. പിന്നെ അവര് പറഞ്ഞു വന്നത്, എന്താ ഞാൻ പറഞ്ഞു, ക്യാൻസർ ആയിട്ട് ഉള്ള ഒരു രോഗിയാണ്, ഇത്തിരി സീരിയസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ കാര്യങ്ങൾ ഇൻഷുറൻസിനൊക്കെ വേണ്ടി നടക്കണേ? ആ ചോദ്യമാണ് അവരെ. എന്തായാലും ആൾ കയ്യിൽ പോകും, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നടക്കണെന്നാണ് അവരുടെ ചോദ്യം. ഹൃദയശൂന്യമായ ഹൃദയഭേദകമായ എന്നൊക്കെ പറയില്ലേ, ഇവർക്ക് ഇത് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ? ഒരു ബുദ്ധിമുട്ടില്ല. അവര് ഹോസ്പിറ്റലിൽ ഇത് സ്ഥിരം കാണുന്ന ഒരു മര്യാദക്ക് ഒരു മര്യാദയില്ലാത്തൊരു ചോദ്യങ്ങളായിരുന്നു അത്. നമ്മള് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയോളം ക്ഷമിക്കാൻ നേരത്തൊക്കെ, കാരണം നമ്മുടെ ആളാണല്ലോ അവിടെ കിടക്കുന്നത്. അങ്ങനെയാണ്. ചിലര് അടിയും കിട്ടും കേട്ടോ. ഞാൻ ചിലര് ഫെഡപ്പായിരിക്കുന്ന സമയത്ത് എങ്ങനെ ഇപ്പൊ രാജൻ പിന്നെ ഏത് കാലത്തും ഒരു പാവം പോലെ എന്താ പറയാ, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ, പാവം പിടിച്ച പ്രവർത്തികളാണല്ലോ നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ചില ആൾക്കാർ ഭയങ്കര വയലന്റ് ആവും. ഇവര് ഇപ്പൊ നമ്മള് മനസ്സിലാക്കുന്ന വെച്ചാല് ആരോഗ്യ പ്രവർത്തകരെ തല്ലുന്നു അടിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഇവര് കയ്യിൽ നിന്ന് കിട്ടുന്ന ഇത്തരം സംഭവങ്ങള് ആളുകൾ മനസ്സിലാക്കുന്നില്ല. നമ്മളിപ്പോ നിങ്ങൾ തന്നെ ഇപ്പൊ അമ്മ കൊടുത്താൽ നിങ്ങൾ ചെയ്തായിരിക്കും ഭയങ്കര പ്രശ്നം. എന്താണ് നിങ്ങൾ തല്ലാനിടയാക്കിയ കാരണം എന്ന് ആരും ചർച്ച ചെയ്യില്ല. ഞാൻ ആളോട് വെറുതെ മോശമായി പെരുമാറിയ അല്ലെങ്കിൽ എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാൽ തന്നെ അതായിരിക്കും വിഷയം വരും. പിന്നെ ഏറ്റവും പിന്നെ നമ്മള് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഇനി നമ്മളൊരു പേഴ്സണൽ ചോദ്യമാണ് ചോദിക്കുന്നത്. രാജൻ ഇതില് വായിക്കുമ്പോൾ മനസ്സിലായിടത്തോളം നിങ്ങക്ക് ഈ ദൈവവിശ്വാസം കുറച്ച് കുറവാന്ന് തോന്നുന്നേ. അല്ല, എന്താ എനിക്ക് പറയാൻ, എനിക്കിത് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇതില് ശാന്തികർമ്മം വേണ്ടേ എന്ന ചോദ്യം വന്നപ്പോൾ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് മുറിയിൽ വന്ന് കിടന്നു അല്ലെ, അതിലുണ്ടായി. അപ്പോ ദഹിപ്പിക്കാൻ ആളുകൾ എത്തുന്നു. അപ്പൊ ദഹിപ്പിക്കുക, അത്രയേ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ പിന്നീട് അത് മാറ്റേണ്ടി വന്നു. അതെന്താ ഉണ്ടായത്? അതിപ്പോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് വീട്ടില് മരിച്ച് കിടക്കുകയാണല്ലോ. അപ്പൊ നമ്മള് പലരും പല അഭിപ്രായങ്ങൾ പറയും. ഇനി ഭാരതപ്പുഴയ്ക്ക് കൊണ്ടുപോകണ്ടോ, അതോ വേറെ ശാന്തിഘട്ടിലേക്കാണോ കൊണ്ടുപോകണേ, അതോ വടൂക്കരയ്ക്കാണോ കൊണ്ടുപോകണേ, അങ്ങനെ പല ചോദ്യങ്ങളും വരില്ലോ. അങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോ ഞാൻ പറഞ്ഞു, എവിടേക്കും കൊണ്ടുപോകണ്ടെന്ന്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഇത് ഒരുക്കാം. വേറെ പൂജകളൊന്നും വേണ്ട. അത്യാവശ്യം വേണ്ടപ്പെട്ട ആളുകള് അവരെ കാലത്തിലൊന്ന് മക്കളോ അല്ലെങ്കിൽ ബഹുമാനം നിർവഹിച്ച് പൂക്കളിട്ടിട്ട് നമുക്ക് അവിടെ
ഇത് ഇവിടെ തന്നെ ചെയ്ത് ഇത് അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. അതിന് വേണ്ടി നമ്മൾ ഒരാളെ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരി എന്നൊക്കെ എല്ലാവരും സമ്മതിച്ചതാണ്. കേട്ടവരൊക്കെ അന്ന് സമ്മതിച്ചു, പ്രധാന ആളുകളൊക്കെ സമ്മതിച്ചു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ വീട്ടിലുള്ളവർക്ക് ഒരു മുറിവുറുപ്പുണ്ടല്ലോ, അകത്ത് ബന്ധുക്കളും എല്ലാവരും ബന്ധുക്കളും. കൂട്ടം കൂടി. അത് ശരിയാ. നമ്മള് ആ നേരത്ത് അപ്പൊ പിന്നെ നമ്മൾ ദുർബലനായിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനു വേണ്ടി വാദിക്കാനൊന്നും പറ്റില്ല. വാദിക്കാൻ പറ്റില്ല. അപ്പൊ അവസാനം നിങ്ങള് ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ, ആ. പിന്നെ അവർക്ക് കുറെ ചടങ്ങുകളുണ്ട്. അപ്പൊ ഈ ചടങ്ങുകളില് ചിലതൊക്കെ വളരെ വളരെ എന്താ പറയാ, നാടകത്തിലെ റിഹേഴ്സൽ പോലെയൊക്കെയുള്ള ചടങ്ങുകളുണ്ടല്ലോ ഈ മരിച്ചു കഴിഞ്ഞാൽ. അതിന് പോയി നമ്മളെ കൊണ്ടുപോയി അവര് അനാവശ്യമായി നിർത്തും. അല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ അതില് അങ്ങനെ ശാന്തി പൂജകൾ ചെയ്തു. മകൾ കുക്ക് തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്തു. അവസാനം ചുംബനം നൽകുവാൻ, അങ്ങനെയുള്ള ചുംബിക്കാൻ അങ്ങനെയൊക്കെ പറയുന്നു. അതൊക്കെ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് ബിജിയോട് വിട പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. മറ്റു വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ വേറെ ആളുകൾ വന്ന് നിർബന്ധിച്ച് അതും ചെയ്യും. പക്ഷെ എനിക്കതിൽ നിങ്ങളെ അവസാനിപ്പിച്ചിട്ടുള്ളത്, ഈ പുസ്തകം അവസാനിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ എന്താ, പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കുക്കു എന്നോട് ചോദിച്ചു, അച്ഛന്റെ നെറ്റിയിൽ കുങ്കുമ പൊട്ടുണ്ടല്ലോ, അച്ഛൻ പൊട്ടു തൊട്ടു? ഏയ് ഇല്ല. അപ്പോഴാണ് ഞാൻ വന്ന് കണ്ണാടിയിൽ നോക്കുന്നത്. അതാ എന്റെ നെറ്റിയിലും ഒരു ചെറിയ പൊട്ട്. ഇന്നലെ അവസാനമായി വിജിയെ കുളിപ്പിക്കുകയും പട്ടുസാരി ഉടുപ്പിക്കുകയും മുഖം മിനുക്കുകയും പൊട്ട് തൊടിയിക്കുകയും ചെയ്തിരുന്നു. ആ പൊട്ടാണ് എന്റെ നെറ്റിയിലും പതിഞ്ഞിരിക്കുന്നത്. അല്ലേ? അല്ല, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു എഴുത്തും. മാത്രമല്ല, നമ്മള് വീട്ടിലെ രോഗികളൊക്കെ ഉള്ള ആളുകൾക്ക് ശരിക്കും അത് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അവർക്ക് ഇതുമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിയും. അത് മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ പുസ്തകങ്ങൾ ഇത് ഒരെണ്ണം മാത്രമല്ലല്ലോ എഴുതിയിട്ടുള്ളത്. അതില് ഇപ്പോ ചോര വീണ മണ്ണ് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്, തസ്ലിമയെ പറ്റിയിട്ടുള്ളത്. ഇത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഇത്തരം ഈ പിന്നെ അതുപോലെ തന്നെ കവിതകള്, പുലരിയിലെ മഞ്ഞുള്ളൂ കവിതയും കവിതകൾ എഴുതും. അതുപോലെ പിന്നെ സൗഹൃദത്തിന്റെ കയ്യൊപ്പ്, ഇതിലും കവിത ഉണ്ടല്ലോ, പലരുടെയും കവിതകളുണ്ട്. കവിത മാത്രമല്ല, അത് കഥകളും ഉണ്ട്. കഥയും കവിതകളും ചേർന്നിട്ടുള്ള എല്ലാവരും കൂടിയുള്ള ഒരു ഇതാണ് സുഹൃത്തുക്കളുടെ. അതാണ് സൗഹൃദത്തിന്റെ കയ്യൊപ്പുകൾ. ഈ രാഷ്ട്രീയം ഒക്കെ ഉണ്ടാ? അപ്പോ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടോ? അതോ രാഷ്ട്രീയ പ്രവർത്തനം? ഞാൻ രാഷ്ട്രീയം ഉണ്ടോ ചോദിച്ചത് അർത്ഥത്തിലല്ല, രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണോ? അല്ല, ഒരു പാർട്ടിയിൽ അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ല അല്ലേ? പിന്നെ ഇടതുപക്ഷത്തോട് ചായവുണ്ട്. ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. അത് സിപിഎമ്മിനോട് ഭാഗമാണ്. സിപിഎമ്മിനോട് അല്ലേ? അങ്ങനെ നമുക്ക് ഇടതുപക്ഷം എന്ന് പറയുമ്പോ CPM പെടും, CPI പെടും. അങ്ങനെ ഒരു ഈ പാർട്ടികളില്ലാത്ത ആളുകളും അത് പെടുമല്ലോ. അല്ല, പാർട്ടിയുടെ ആളാണോ ഞാൻ ചെയ്യുന്ന കാര്യത്തില് പാർട്ടി പ്രതിയായി വരുന്ന ചില പ്രശ്നങ്ങൾ വരുന്നു. ഇപ്പൊ നമ്മളിപ്പോ സിദ്ധാർത്ഥൻ പോലുള്ള കേസുകൾ, അത്തരം കേസുകളൊക്കെ വരുമ്പോ പാർട്ടി വിമർശിച്ച് പോസ്റ്റ് ഇടാറുണ്ട്? ഇല്ല. അതാണ് ഹ്യൂമാനിറ്റിയുടെ ഭാഗമല്ലേ? അതല്ല, ഹ്യൂമാനിറ്റിയുടെ ഭാഗമാണ്. പക്ഷെ അതിലെന്താ വെച്ചാൽ എല്ലാ പ്രതികളെയും ശിക്ഷിച്ചിട്ടുണ്ടല്ലോ. ശിക്ഷിക്കല്ല, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, പക്ഷെ ഒരു സിദ്ധാർത്ഥന്റെ മരണം എന്ന് പറയുന്നത് ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. കേരളത്തിലെ എല്ലാവരെയും ദുഃഖത്തിലയച്ചൊരു സംഭവമാണ് ആ കുട്ടിയുടെ. അപ്പൊ ഒരുമാതിരി എല്ലാ മനുഷ്യരും ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും അതൊരു ഞെട്ടലോടെയാണ് ആ വാർത്ത കേൾക്കുകയും, അത് മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവരും ഒരു ആശങ്ക എല്ലാവരും ഉണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഹ്യൂമാനിറ്റിക്കുള്ള ഒരാൾക്ക് അത് അങ്ങനെ ഉണ്ടായുള്ളൂ. അപ്പൊ പാർട്ടിക്ക് അതിൽ കുറ്റം വരും എന്നുള്ളത് കൊണ്ടാണോ അങ്ങനെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ? അല്ല, അത് പാർട്ടിയിൽ പെട്ടിട്ടുള്ള ആളുകളെയും അല്ല ഞാൻ പറഞ്ഞത്, അത് പോട്ടെ, പ്രതികള്. പക്ഷെ എന്തിനാണ് എന്തുകൊണ്ട് ആദരാഞ്ജലി അല്ല അങ്ങനെയുള്ള ഒരു വിഷയത്തില് ഇത് ഇത്തരം ഒരിക്കലും ഒരു കോളേജിൽ ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആര് ചെയ്തിട്ടുണ്ട്? അത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പല ആളുകളും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് കടുത്ത പാർട്ടി വിശ്വാസിയല്ല. അങ്ങനെയല്ല, അത് നമ്മള് ചെയ്യണല്ലോ, നമ്മുടെ ഒരു ഇതാണ്. അല്ല, അതൊരു വലിയ കാര്യമാണ്. ഞാൻ പല ആളുകളെയും നോക്കില്ല, അവരവരെ പാർട്ടി ഒരു കുറ്റം ചെയ്താല്
ഞാൻ പറഞ്ഞ പാർട്ടി ആ കുറ്റം ചെയ്തവരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതി അത് പലരുടെ പാർട്ടീനെ മുഴുവനായിട്ട് നമ്മൾ ആക്ഷേപിക്കുന്നല്ല പറഞ്ഞത്. ന്യായീകരിച്ച് അതിന്റെ ആ ഒരു സ്പെഷ്യൽ കേസിൽ അതിൽ പങ്കെടുത്ത ആളുകൾ SFI ആണെങ്കിൽ SFI, KC ആണെങ്കിൽ KC, അത് പറഞ്ഞിട്ട് അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണെന്നും അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണം എന്നൊക്കെ നമ്മളുടെ ഒരു സാധാരണ പ്രതികരണം വരും. ഇത് ചില ആൾക്കാർ അത് ചെയ്യില്ല. ഇത് രാഷ്ട്രീയത്തെക്കാളുപരി എനിക്ക് സാമൂഹ്യ ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് രാഷ്ട്രീയമായിട്ട് കാണാതിരുന്നത് കൊണ്ടാണ്. അതൊരു ടീമാണ് ചെയ്യുന്നത്. ആ ടീമില് SFIക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. പക്ഷെ SFI മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. കോളേജ് ആ കോളേജില് SFI അല്ലാത്ത ഒരാൾക്കും അങ്ങനെ അവിടെ എന്തെങ്കിലും ഒന്നും ചെയ്യാനൊന്നും എളുപ്പമല്ല. കാരണം അവരാണ് അതിനെ ധൈര്യം, അവരാണ്. SFI ഉള്ള ഒരു ക്യാമ്പസുകളല്ലേ, ക്യാമ്പസുകളില് ജനാധിപത്യം വേണം, മറ്റുള്ളവരും വേണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ SFIക്ക് ആ അഭിപ്രായമില്ല. ഇതിപ്പോ SFI ഉണ്ട് സൂക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മൾ 10ാം ക്ലാസ് വരെയൊക്കെ കുട്ടികളെ, അല്ല +2 വരെയൊക്കെ കുട്ടികളെ നമുക്ക് ഇത്തരം കോളേജുകളിൽ SFI ഇല്ലാത്ത കോളേജിലൊക്കെ പഠിപ്പിക്കാൻ ഇവിടെ സാധ്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജ്, വെറ്ററിനറി കോളേജ്, അങ്ങനെയുള്ള കോളേജുകൾ വരുമ്പോൾ മെറിറ്റിൽ കിട്ടുന്ന കുട്ടികൾ, അതായത് നല്ല തലയുള്ള കുട്ടികൾ, നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി വരുന്ന കുട്ടികൾ, അവർ ഓട്ടോമാറ്റിക്കലി അവിടെയാണ് സെലക്ഷൻ കിട്ടുക. അവിടെ ചെല്ലുമ്പോൾ എന്തായാലും കുട്ടികളെ നീക്കി ചെന്ന് പെടുന്ന ഒരു സ്ഥിതി ഉണ്ട്. അപ്പൊ ചില ആൾക്കാര് കുറച്ചും കൂടി മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യമുള്ള ആളുകൾക്ക് ബാംഗ്ലൂർ മറ്റുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ സാധാരണക്കാരനായുള്ള ആളുകൾക്ക്, മിഡിൽ ക്ലാസ്സിന്, താഴ്ന്ന മിഡിൽ ക്ലാസ്സിന് എല്ലാവർക്കും ഇത്തരം കോളേജുകളിൽ പോയാൽ മതിയാകും. അപ്പൊ അവിടെയാണെങ്കിലോ കറക്റ്റ് ആയിട്ടുള്ള ജനാധിപത്യം അവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. കാരണം ജനാധിപത്യം പ്രാക്ടീസ് ആവണമെങ്കിൽ വേറെ വേറെ കക്ഷികൾ ഉണ്ടാവണം, അല്ലെ? അതിന്റെ ഒരു ബഹുവർണ്ണ സ്വഭാവം ഉണ്ടല്ലോ, ബഹുസ്വര എന്നാണ് അതിന്റെ പ്രധാനം. അത് നമ്മൾ കാണാനുമില്ല. ഞാനിത് തറയ്ക്കും നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ വേറെ കാര്യത്തെ പറ്റി പറയുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഹ്യൂമാനിറ്റിയുടെ ഭാഗമായിട്ടാണ് ലെഫ്റ്റ് എന്ന് പറഞ്ഞപ്പോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, എന്താണ് ശരിക്കും ഇപ്പൊ തൊഴിലും കാര്യങ്ങളൊക്കെ? തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കടയുണ്ട്, ചെറിയ കടയാണ്. മാൽ ലൈറ്റ് വാടകയ്ക്ക് കൊടുക്കാന്ന് പറയും. അത് കല്യാണങ്ങള് അല്ലെങ്കിൽ പെരുന്നാളുകള്, പൂരങ്ങള്, ഇതിനൊക്കെ ആളുകൾ കൊണ്ടുപോകും. അത് ആവശ്യം കഴിഞ്ഞാൽ റിട്ടേൺ കൊണ്ടുവരും. അപ്പൊ അതിന്റെ ചെറിയ വാടക കിട്ടും. പിന്നെ ഞാൻ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിട്ടും കുറച്ചാൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും, നമ്മള് അതിന്റെ 100% അതിന്റെ ഭാഗമല്ല. അത് ഇടയ്ക്ക് അത്ര വേണ്ടപ്പെട്ടവരൊക്കെ കിട്ടുമ്പോ ചെറിയൊരു കച്ചവടം, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഓരോന്ന് കിട്ടും. അങ്ങനെ ആ കാര്യങ്ങൾ പോണു. പിന്നെ അല്ല, ഇപ്പോ മക്കള് ഒരാള് വിവാഹം കഴിഞ്ഞു അല്ലെ? ഒരു മോളും കൂടി ഉണ്ട്. അവളിപ്പോ പഠിക്കുകയാണ്. അവളിപ്പോ പോളിടെക്നിക്കിലാണ്. അവള് 3rd ഇയർ ആണ്. അപ്പൊ ആൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ സെലക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ബിജി ഇല്ലാത്ത എത്ര വർഷമായി? ബിജി ഇല്ലാണ്ട് ഇപ്പൊ കറക്റ്റ് ഈ April 11 2 മാസവും കറക്റ്റ്. 10 ദിവസം കഴിഞ്ഞത്. അതെ. ഓ റിയലി? ഇതാണ് 2 വർഷവും. 2 വർഷവും. 2 വർഷമായി ആലോചിക്കുമ്പോ. 2 വർഷമായി. പക്ഷെ എങ്ങനെയാണ് ഇപ്പോ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺലെസ്, ഏകാന്തത? അത് നമുക്കിപ്പോ എന്ന് പറഞ്ഞാൽ എന്തായാലും അത് അനുഭവിച്ചേ പറ്റൂ. പിന്നെ നമ്മള് വായന, കുറച്ച് എഴുത്ത്, പിന്നെ കുറച്ച് രാഷ്ട്രീയം, ചിന്തകള്, പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, നടത്ത ഗ്രൂപ്പ്, എന്താ പറയുന്നത്? വോക്കേഴ്സ് ക്ലബ്ബ്. അതുണ്ട് അപ്പോഴും? അതുണ്ട്. അത് എത്ര കിലോമീറ്റർ നടക്കുന്നു? അത് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അതില് 10, 70, 80 പേര് അംഗങ്ങളുണ്ട്. അതിൽ നടക്കും. എത്ര ആഴ്ചയിൽ ഒരിക്കലാണ് നടക്കുക? അല്ല, കോളേജിനകത്ത് ഞങ്ങള് ഡെയിലി നടക്കുന്നുണ്ട്. എനിക്കൊക്കെ എല്ലാ ദിവസവും ഇപ്പൊ പോകാൻ പറ്റാറില്ല, വീട്ടിലെ അവസ്ഥ എങ്ങനെയായിരുന്നു. കാരണം പാചകം ഏറ്റെടുത്തു. അത് പാചകമുണ്ട്. പിന്നെ വീട്ടിലെല്ലാവരും പണിയും ചെയ്യണം അല്ലെ? വീട്ടിലെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യും. പിന്നെ മോളും ചെയ്യും. കാരണം മുഴുവൻ അവളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങൾ നടക്കില്ല. അവൾക്ക് സ്കൂളിൽ പോകണ്ടേ, അവൾക്ക് കോളേജിൽ പോകണം, പഠിക്കാനുണ്ട്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊപ്പം ഉണ്ടെങ്കിൽ ആൾക്കൊരു രാവിലെ 8:30 തന്നെ പോകും. പിന്നെ അവൾക്ക് മുടക്കുള്ള ദിവസങ്ങൾ മുഴുവൻ ഞാൻ ഗ്രൗണ്ടിലെത്തും. നിങ്ങള് അകലേക്ക് നടക്കാറുണ്ട് ഇപ്പൊ? നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞങ്ങള് പോയത് മാടക്കത്ര വഴി, അത് കോളേജിൽ നിന്ന് തുടങ്ങി, പിന്നെ നെട്ടിശ്ശേരി വഴി, മാടക്കത്ര വഴി, പിന്നെ ആനപ്പാറ വഴി ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോ ഒരു 10 കിലോമീറ്റർ.
10 കിലോമീറ്റർ ഒക്കെ നടക്കില്ല. നടന്നു നിങ്ങൾ 70 പേരുണ്ടോ? 70 ഉള്ളവര് 50 പേരൊക്കെ ഉണ്ടാവൂലേ? വർത്താനൊക്കെ പറഞ്ഞു വർത്താനം പറഞ്ഞാൽ നല്ല സ്പീഡിൽ നടക്കാൻ. പിന്നെ പൂമലക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് വാഴാനി ഡാമല്ലേ, അവിടേക്ക് വരാം 25 കിലോമീറ്റർ. ഈ പോയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ച് കയറും വരെ. അവിടുന്ന് ടെമ്പോ വശം 10 കിലോമീറ്റർ ഒക്കെ നടന്നിട്ട് പിന്നെ അല്ലേ ഇത് പിന്നെ റൗണ്ട് അടിച്ച് ഇങ്ങോട്ട് വലിയ ക്യാമ്പസ് അല്ലേ? കുറെ ദൂരം അപ്പൊ തന്നെ ഉണ്ടല്ലോ അല്ലേ? ക്യാമ്പസില് ഒരു 5-6 കിലോമീറ്റർ നടക്കാം. ഒരു 3-4 റൗണ്ട് അടിച്ച 5-6 കിലോമീറ്റർ ആവും. ഈ പുസ്തകം പ്രമുഖരായ ആരൊക്കെയാണ് വായിച്ചത്? മനസ്സിപ്പോ ഖദീജ മുംതാസ് വായിച്ചു, നന്നായിട്ട് എഴുതി. അതുപോലെ പിന്നെ ആരാ നമ്മള് KP രാമനുണ്ണിയില്ലേ, റൈറ്റർ, അദ്ദേഹം ഇത് നമ്മളോട് ഒരു ദിവസം ഫോൺ ചെയ്ത് തന്നെ, എന്നിട്ട് പറഞ്ഞു ഈ പുസ്തകം എനിക്ക് അയച്ചു തരണം. ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ തൃശ്ശൂര് വരുമ്പോ കൊടുക്കാമെന്നാണ്. അപ്പൊ ആള് പറഞ്ഞു എനിക്ക് അയച്ചു തരണം. അതും രാജൻ അയക്കണ്ട, HNC ആണ് അച്ചടിച്ചത്. HNC പോയിട്ട് നിങ്ങള് അവിടെ അവരോട് പറഞ്ഞാൽ അവര് അയച്ചു തരും, ഞാൻ അവിടെ വീട്ടിലെത്തുമ്പോ പേയ്മെന്റ് കൊടുക്കാം. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഞാൻ HNC ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ അയച്ചോണ്ട് പൈസയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അത് KP പോലെയുള്ള ഒരാൾക്കൊക്കെ എന്തായാലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അവരെന്നെ അയച്ചു കൊടുത്തു. വിളിച്ചിരുന്നു. ഞങ്ങള് കുറെ നേരം അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഐഷന്മദാസ്, സിസ്റ്റർ ലക്ഷ്മി, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ വായിച്ചിട്ടുണ്ട്. ഇത് വായിക്കുന്നവർക്ക് വലിയൊരു അനുഭവമാണ്. ഏറ്റവും കൂടുതൽ വായിക്കേണ്ട എനിക്ക് തോന്നുന്നത് സാധാരണക്കാരായ ആളുകളാണ്. കാരണം നിങ്ങള് സാധാരണക്കാരായ ഒരാള് അനുഭവിക്കുന്ന കാര്യം നിങ്ങൾ എടുത്ത് വശമുള്ളതുകൊണ്ട് എഴുതി. അല്ലാത്തവരത് അനുഭവിച്ച് അവര് തന്നെ മരിച്ചു പോകുന്നല്ലാതെ ആരും ഇത് അറിയില്ല. നിങ്ങളൊരു എഴുത്തുകാരൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എഴുതാനും ഞങ്ങളെ പോലുള്ളവർക്ക് അത് വായിക്കാനും പറ്റി. നമുക്കതൊരു എനിക്ക് വലിയൊരു വായനാനുഭവമായിട്ട് തോന്നി. ഞാൻ ഖദീജയുടെ വാക്കുകൾ വായിക്കാൻ കാരണം വെച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത് തന്നെയാണ് നമുക്കും അതിൽ തോന്നിയത്. അവര് വളരെ നന്നായിട്ടുള്ള നല്ലൊരു പടം അവര് പറയുന്നുണ്ടല്ലോ. അതായത് രാജൻ പെരുമ്പള്ളിയുടെ മനസ്സിന് തീപിടിച്ച കാലം എന്ന കൃതിയിൽ നാം കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ലോകവും രോഗ അനുഭവങ്ങളുമാണ്. ഇവിടെ ഉത്തമ പുരുഷൻ രോഗിയായ സ്ത്രീയല്ല, അവരുടെ ജീവിത സഖാവായ ഗ്രന്ഥകർത്താവ് തന്നെയാണ്. ഉള്ളു പുകഞ്ഞ അനുഭവ ആഖ്യാനമാണിത്. അതുപോലെ അന്തസ്സായി ജീവിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് അന്തസ്സായി മരിക്കുക എന്നതും. രാജന്റെ പ്രിയസഖിക്ക് അന്തസ്സായി മരിക്കാനായി എങ്കിൽ അത് ഉപരിവർഗത്തിന്റെ നാട്യങ്ങളോ സ്നേഹരാഹിത്യമോ ശീലമില്ലാത്ത പ്രിയപ്പെട്ടവരുടെ പരിചരണത്തിന്റെയും കരുതലിന്റെയും വിജയമാണ്. അത് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വാചകമാണ്. പക്ഷെ അവര് വേറെ അതിനടുത്ത് തന്നെ അവര് ചോദിക്കുന്നത്, പക്ഷേ സ്വാതന്ത്ര്യ ചികിത്സ എന്ന വാക്കിൽ നിന്ന് ഉയർക്കൊണ്ട ഹോസ്പിറ്റൽ, ആശുപത്രി, സർക്കാർ ചികിത്സാലയം കൂടിയായ മെഡിക്കൽ കോളേജ്, ഈ മെഡിക്കൽ കോളേജ് അവർക്ക് നൽകിയത് എന്ത് തരം കരുതലും പരിചരണങ്ങളുമായിരുന്നു. രോഗി ബാഹുല്യത്തിന്റെ ന്യായീകരണങ്ങൾ ഏറെ നിരത്താനുണ്ടാകാമെങ്കിലും ചികിത്സയുമായി നേരിട്ട് ബന്ധമുള്ളവർ മാത്രമല്ല, ഓഫീസ് ജീവനക്കാരും സെക്യൂരിറ്റിക്കാരും ഉൾപ്പെടെ മിക്കവരും ആ സിസ്റ്റത്തിന്റെ വികാരരാഹിത്യവും മനുഷ്യവിരുദ്ധതയും പ്രദർശിപ്പിക്കുന്നവരാവുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. സർക്കാർ സർവീസിൽ ഉള്ളവരും ഉണ്ടായിരുന്നവരും ആത്മവിശകലനം നടത്തേണ്ടതിന്റെ ആവശ്യകത പറയാതെ പറയുന്നുണ്ട് ഈ അനുഭവ ഭാഷ്യം. വളരെ അപ്പൊ അവര് കൃത്യമായിട്ട് വായിച്ചു എന്നുള്ളതാണ്. വായിച്ചു, അവർക്ക് അത് ഫീൽ ചെയ്തു. വളരെ സിമ്പിൾ ആണ് ഇത്. നമ്മള് ആടുജീവിതം നോവല് പറയുന്നത് എന്താ, ആടുജീവിതത്തിന് ഏറ്റവും കൂടുതൽ വായനക്കാരുണ്ടാകേണ്ട കാരണം ആടുജീവിതം ഇതുപോലെ ഒരു ഉരുകുന്ന ഒരു മനുഷ്യനെ പറ്റിയുള്ള, അതേപോലെ തന്നെ അത് സിമ്പിളാണ് അതിന്റെ എഴുത്ത്. അത് ഒരു 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരാൾ തൊട്ടുള്ള ആളുകൾക്ക് വായിച്ചാൽ കൃത്യമായി മനസ്സിലാവുന്ന ഒരു ഭാഷയിലാണ് ബെന്യാമിൻ അത് എഴുതിയുള്ളതാണെന്നുള്ളതുകൊണ്ടാണ് അതിന് ഇത്രമാത്രം വായനക്കാരെ ഉണ്ടാകാൻ കഴിഞ്ഞത്. ഇതും അതുപോലത്തെ ഒരു എന്താ പറയാ, നമ്മുടെ മനസ്സിനെ തീ പിടിപ്പിക്കുന്ന, മരുഭൂമിയിലെ തീ, നമ്മുടെ നജീബിനുണ്ടായ തീ, ആ തീ നമ്മുടെ ഉള്ളിലും വരുമല്ലോ ആടുജീവിതത്തിന്. അതേപോലത്തെ ഒരു തീയാണ് നമുക്കും ഈ പുസ്തകം വായിച്ച കിട്ടുക. ഈ പുസ്തകത്തിന് ബെന്യാമിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരന്റെ അത്രയ്ക്ക് പ്രസിദ്ധി നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പുസ്തകാരും അറിയപ്പെടാതെ പോയത്. ഇപ്പൊ ബെന്യാമിനാണ് ഈ പുസ്തകം എഴുതുന്നത് വെച്ചാൽ ഇതേ വാക്കുകൾ തന്നെ
ഇതിന്റെ പേരിൽ ബെന്യാമ എന്നൊരു പേരുണ്ടായിരുന്നെങ്കിൽ ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിയുമായിരുന്നു എന്നത് എനിക്ക് തോന്നുന്നു. അത് ശരിയാണ്, അതൊരു തർക്കമില്ല. കാരണം നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ആണ്. മാത്രമല്ല നമുക്കിതൊരു ഗൈഡും കൂടിയാണല്ലോ. നമ്മുടെ വേണ്ടപ്പെട്ട കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ധർമാശുപത്രി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ധർമ്മം എന്താണെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാവും. ഇൻഷുറൻസിന്റെ കാര്യം നിങ്ങൾ സൂചിപ്പിച്ചിരുന്നല്ലോ, ആരോഗ്യ ഇൻഷുറൻസ്. ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇൻഷുറൻസിനെ പറ്റി എനിക്ക് ഈ സമയത്ത് പറയേണ്ടി വരാം. ഇലക്ഷൻ കാലമായാലും പറയേണ്ടതില്ല. കാരണം എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക്, പാവപ്പെട്ട ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീ, വൃദ്ധയായ ഒരു സ്ത്രീ വീണിട്ട് കൈ ഈ ബാങ്കുത്തിയാണ് വേണ്ടത്. അപ്പോൾ പുള്ളി അവിടെ അപ്പം തന്നെ കൊണ്ടുപോയി നമ്മുടെ അടുത്തുള്ള ഒരു മറ്റേ എല്ല് രോഗ വിദഗ്ധനെ കാണിച്ചപ്പോൾ പുള്ളി അപ്പം തന്നെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു ഇത് പ്രശ്നമാണ്, ഇത് എല്ല് പൊട്ടുന്നതിനെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ വേദന കൂടെ ആള് കിടന്നിട്ട് പരാക്രമണിക്കുന്നല്ലാതെ വേറെ ഒരു ചികിത്സയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി നമ്മുടെ വിശ്വനാഥൻ ഡോക്ടർക്ക് ഞാൻ അപ്പം തന്നെ ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അപ്പോൾ ആള് പറഞ്ഞു നിവൃത്തിയില്ല സ്ഥിതി, അത് ചെയ്യണം, ഈ പ്രായത്തിന് വേദന സഹിക്കില്ല, വേഗം ചെയ്തു, അല്ലാണ്ട് രക്ഷയില്ലാട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു അത് എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് മോദിയുടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നെ സുഖമായില്ല, നമുക്ക് ഏത് ഹോസ്പിറ്റലിലും പോകാന്ന് വെച്ചിട്ട് പോണ വഴിയിൽ മറ്റേ ചന്ദ്രവതി അമ്മേരെ അവിടേക്ക് കയറി. അപ്പോൾ എൻ്റെ കൂടെ അവരുടെ മകളും പിന്നെ എൻ്റെ വൈഫും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറ്റിയപ്പോൾ അവർ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇൻഷുറൻസ് ഉണ്ടോ ചോദിച്ചു. പറഞ്ഞു ഇല്ല, ഇൻഷുറൻസ് എടുക്കില്ല. ആരെ ഈ ഇൻഷുറൻസ് ആളുടെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ പറ്റില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു രോഗിനെ കൊണ്ട് ശ്രീകുമാർ ഡോക്ടറെ പോയി കണ്ടോ, അല്ല ഒന്നും കൂടി ഒരു ഒപ്പീനിയൻ കൂടി എടുത്തോ, എക്സ്റേ കൊണ്ടുപോയി കാണിക്കല്ലേ വേണ്ടോ, ഒ പിയിൽ എന്നെ കാണിച്ചോളാൻ പറഞ്ഞു. അവരങ്ങോട്ട് പോയപ്പോൾ ഞാൻ കാറിലിരുന്ന് നമ്മുടെ തൃശ്ശൂരുള്ള ആശുപത്രികൾ ഓരോന്ന് ഇങ്ങനെ ഗൂഗിളിൽ തപ്പിയിട്ട് വിളിച്ചു തുടങ്ങി. കുറച്ച് ആശുപത്രികൾ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, ബാക്കി മുഴുവൻ ഞാൻ അമല വിളിക്കുന്നു. അമല വിളിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല, ആ പരിപാടിയിൽ അത് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ എടുക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ദയ വിളിച്ചു, ദയ പറഞ്ഞു, ദയ നമ്മുടെ ബ്രഹ്മപുത്രൻ ഡോക്ടർ വിളിച്ചു പറഞ്ഞു ഇല്ല, അതും ഇല്ല സജി, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു മെഡിക്കൽ കോളേജായിട്ട് നടക്കുന്ന പ്രൈവറ്റ് കോളേജ് ഉണ്ടല്ലോ, നമ്മുടെ മിഷൻ ജൂബിലി മിഷൻ പറഞ്ഞു അവരില്ല എന്ന് പറഞ്ഞു. LIT ഹോസ്പിറ്റൽ പറഞ്ഞു അവരില്ല എന്ന് പറഞ്ഞു. അശ്വിനി പറഞ്ഞു അതില്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മൊത്തം ഇതാണ് സ്ഥിതി എന്നുള്ളത് എനിക്ക് ബോധ്യമായി. ഒരു സ്ഥലത്തൊടുക്കാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ടവരെ അദ്ദേഹം സഹായിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ആശുപത്രി ഇത് എടുക്കുന്നില്ല. അപ്പൊ നമ്മള് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന മിഡിൽ ക്ലാസ് അവരൊരിക്കലും ഈ ആശുപത്രി പോകുന്നില്ലല്ലോ, അവർ ഇൻഷുറൻസും ചോദിക്കുന്നില്ല. അവർക്ക് സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ് ഉണ്ട്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഉണ്ട്, മണിപ്പൽസേന ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് അത് അന്വേഷിക്കേണ്ടി വരില്ല. അപ്പൊ അവരെന്താ നോക്കുന്ന വെച്ചാൽ ഞങ്ങൾക്ക് പണമുള്ളത് കൊണ്ട് ഇൻഷുറൻസ് വേറെ, പാവങ്ങളെ മോദി സഹായിക്കുന്നത്. അപ്പൊ മോദിയോട് ഒരു താല്പര്യം ഉണ്ടാവും, അവരെ അന്വേഷിക്കുന്നില്ല, കണ്ടെത്തുന്നില്ല. പത്രക്കാർക്ക് ഇതൊന്നും ചെയ്തുകൂടെ, എന്താ അവര് പറയാത്ത, അവരും പറയുന്നില്ല. അപ്പൊ ഈ അനുഭവിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു നമ്മളുടെ കൺമുന്നിൽ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധ വീണാൽ അവരെ കൊണ്ടുപോകുമ്പോഴാണ് ഇത് ഞാൻ കൊണ്ടുപോയതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ ഞാനും വിശ്വസിക്കുക മോദി വന്നതിന് ശേഷം അല്ല ചെയ്യാനൊക്കെ കഴിയുമല്ലോ. അതായത് നമ്മളിപ്പോ 55 രൂപ പെട്രോൾ ഉണ്ടായിരുന്നു, ഇപ്പൊ 105 രൂപയാണ്. 60 രൂപ ഒരു ലിറ്ററിന് ലാഭം വരുന്നു. പെട്രോൾ അന്ന് ഉപയോഗിച്ചതിന്റെ ഇരട്ടി ഇന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ അന്ന് വീപ്പയുടെ വില, ബാരലിന്റെ വില കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത്രയും പൈസ സർക്കാരിന്റെ ഖജനാവിൽ വരുന്നുണ്ട്. അതുപോലെ അന്ന് ഇല്ലാത്ത, പഴയ സർക്കാരിന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ GST. 1,70,000 കോടിയൊക്കെയാണ് ഒരു മാസം അവിടേക്ക് വരുന്നത്. അവിടെ നിന്ന് വന്നിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ഗ്യാരണ്ടിയും കൊടുക്കാവുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ശരിയായിരിക്കും, ഇത്രയധികം പണം കിട്ടുന്നല്ലേ, അദ്ദേഹം ചിലപ്പോ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടത് നമ്മൾ ആരായാലും കരുതും. പക്ഷെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാനത് പറയാൻ കാരണം ഒരു അവസരം കിട്ടുമ്പോ പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ല അങ്ങനെ തന്നെയല്ലേ, നിങ്ങൾക്കറിയാം. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള സർക്കാർ ഇത് ചെയ്യുന്നത് നമുക്ക് അവിടെ കുഴപ്പമില്ല, നമുക്ക് മരുന്നുകളൊക്കെ കിട്ടുന്നുണ്ട്. അത് എല്ലാം മരുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ചെറിയ അസുഖം വന്നു കഴിഞ്ഞാല് ഞാൻ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ പോകും, അതായത് നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ പോകും.
അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആന്റിബയോട്ടിക് വരെ അവിടെ സാധനം നമുക്ക് കിട്ടും. പാരസെറ്റമോൾ കിട്ടും, ആന്റിബയോട്ടിക് കിട്ടും. പിന്നെ നമുക്കിപ്പോൾ ആ 3 ദിവസം കൊണ്ട് മരുന്നും അസുഖം മാറിയില്ലെങ്കിൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഫേസിൽ അവിടെ പോവുക. ഇപ്പൊ തൊണ്ടയ്ക്ക് വേദന വന്നാൽ നമ്മുടെ തൊണ്ടയ്ക്ക് കൊണ്ടുപോയി നോക്കണമെങ്കിൽ അവിടെ നല്ലത്, പൈസ കൊടുക്കണ്ട, അതല്ലല്ലോ. അതുകൊണ്ട് കേരളത്തിലെ ഇപ്പോൾ ആരോഗ്യ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതല്ല പറയുന്നത്. അതിപ്പോ എല്ലാ ഒരുമാതിരി PHCകളൊക്കെ ഇപ്പോൾ മറ്റു സ്റ്റേറ്റുകളിലും നന്നായി തുടങ്ങിയിട്ടുണ്ട്, മരുന്നുകളൊക്കെ തുടങ്ങി. ഇതെന്ന് പറഞ്ഞാൽ 80,000 രൂപ കേസാണ്. 80,000 രൂപ വേണം ആ ഓപ്പറേഷൻ നടത്താൻ. ആ 80,000 രൂപ കൊടുക്കാന്ന് നമ്മൾ വിചാരിക്കുന്നത് ഈ ഗ്യാരണ്ടി അതാണെന്നാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ പാരസെറ്റമോൾ മേടിച്ച് കഴിച്ചോണ്ടോ ആന്റിബയോട്ടിക് ഇപ്പോ മേടിച്ച് കഴിച്ചോ ചെയ്തുകൊണ്ടോ ഒരാൾ ദരിദ്രനാവില്ല. പക്ഷെ നിങ്ങള് ഒരു 80,000 രൂപ നമുക്ക് ഇവിടെ പറഞ്ഞാലേ ഇപ്പൊ കീമോതെറാപ്പി ചെയ്യാനായിട്ട് നല്ല എമൗണ്ടുകൾ വരും. അതിന്റെ ഇൻഷുറൻസ് മുഖേനയാണ് കിട്ടിയത്. അല്ല, ഇതിപ്പോ മെഡിക്കൽ കോളേജിൽ കിട്ടുന്നു. മോദിയുടെ ഇൻഷുറൻസ് മെഡിക്കൽ കോളേജിലുള്ളൂന്ന്. അത് ഇദ്ദേഹത്തിന് ഇല്ലെങ്കിലും അത്യാവശ്യം ചെറിയ പൈസയിലേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ കേൾക്കുമ്പോ പരസ്യം കേൾക്കുമ്പോ നമ്മളത് വിചാരിക്കുക മൊത്തം ഗ്യാരണ്ടി ആണ്, മൊത്തം എല്ലാ ഹോസ്പിറ്റലും. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലും തരണമൊന്നുമില്ല. തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലെങ്കിലും അതിന് വേണ്ടിയിട്ട് എന്റെ അറിവിലും ഇല്ല. അത് ശരിയല്ലേ. പിന്നെ ഇനിയിപ്പോ ഏതാ പുസ്തകങ്ങൾ വല്ലതും എഴുതുന്നുണ്ട്? അപ്പൊ ഇനിയിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥകള് എഴുതിയത് കുറെ ഉണ്ട്. പുസ്തകം ആയിട്ടില്ല എന്നുള്ള. അടുത്തത് ഒരു പുസ്തകം അതായിരിക്കണം എന്നുള്ളതുണ്ട്. HNC ഒക്കെ അടിക്കും ചിലപ്പോഴൊക്കെ അടിക്കാറുണ്ട്. HNCയില് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തേക്കണത്. അതായത് ഇത് പലരും വലിയ പ്രമുഖരായിട്ടുള്ള നമ്മുടെ ഇതില്ലേ, എഴുത്തുകാരല്ല, വലിയ സ്ഥാപനങ്ങള് അവര് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറെ നാള് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മള് അത് സമയം കളഞ്ഞിട്ട് ഇതിപ്പോ വലിയൊരു ഈ പുസ്തകത്തിന്റെ അച്ചടി എന്ന് പറയുന്നത് അവർക്കിപ്പോ വലിയ പണം ഉണ്ടാക്കുന്ന ഒരു സംഭവമായി മാറി. അപ്പൊ അവര് അവർക്ക് കാശ് മേടിച്ചിട്ടൊക്കെ പഠിക്കുക, എന്തൊരു രീതിയാണല്ലോ. അവരെ കാത്തിരിക്കണ്ട, അവർക്ക് എല്ലാ ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് തോന്നി. അപ്പൊ നമ്മള് ഇവിടെ ആകുമ്പോ നമുക്ക് എപ്പോഴും പോവാനും വരാനൊക്കെ സൗകര്യമുണ്ട്. അങ്ങനെ ഇവിടെ ചെയ്തത്. അത് പിന്നെ ഈ ഖദീജ മുംതാസിന്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. അവരൊരു ഡോക്ടറും കൂടിയാണ്. അതെ, അവര് ഡോക്ടറാണ്. അതുകൊണ്ടുള്ള കാരണം അവര് പിന്നെ എഡിറ്റോറിയൽ ബോർഡൊന്നും കാര്യമായിട്ടൊന്നും നോക്കിയൊന്നുമില്ല. അല്ലാണ്ട് തന്നെ അവര് അപ്രൂവല് തന്നു. അങ്ങനെയാണ് അവര് പുസ്തകം അച്ചടിക്കുന്നത്. ഇപ്പോ നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് വല്ലതും എടുത്തിട്ടുണ്ടോ? വീട്ടിലിപ്പോ എനിക്ക് മക്കൾക്കൊക്കെ ഉണ്ട്. ഏതോ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്? അല്ല, പ്രൈവറ്റ് എടുത്തിട്ടുണ്ട. നമ്മൾ പഠിച്ചൊരു പാഠമാണല്ലോ 3 ലക്ഷം വരെ ഉള്ളത്. വലിയതല്ല. അല്ല, 3 ലക്ഷം. പിന്നെ മറ്റേ അത്ര വലുത് വരുമ്പോ നമുക്ക് നിവൃത്തിയില്ലല്ലോ. 3 lakhs വരെയുള്ള കാര്യങ്ങൾക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോ രാജനിപ്പോ അത്യാവശ്യം ഒരു റാഷണലായിട്ട് ചിന്തിക്കുന്ന, വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളെ രക്ഷിക്കാൻ ആ സമയത്ത് ഒരു ദൈവം ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് വലിയ കാര്യമാണ് നമുക്കപ്പോ. അതുകൊണ്ട് ഇൻഷുറൻസ് വേണ്ടിയിട്ട് ഇപ്പൊ ഓരോ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു പ്രായത്തിനനുസരിച്ച് ഇപ്പൊ 3 പേർക്ക് എത്ര പേരുണ്ട്? ഇപ്പൊ നിങ്ങളുടെ എനിക്കൊരു 6,000 താഴെ, മക്കൾക്ക് ഒരു 3,000 വെച്ച്. അപ്പൊ 12,000 രൂപ ഒരു വർഷത്തെ അത് കഴിഞ്ഞ് കിട്ടി. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ പല ആൾക്കാരും, നമ്മുടെ വിശ്വാസികളായ ആളുകള് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി തന്നെ ഒരു സ്വാമി രക്ഷിക്കും. സ്വാമി ചിലപ്പോൾ രക്ഷിക്കുമായിരിക്കും, ഞാൻ പറയാണ്. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി തന്നെ ചിലപ്പോൾ 50,000 രൂപ ഒരു വർഷം ചിലവാക്കും. പക്ഷെ അവര് ഇൻഷുറൻസ് അടക്കില്ല. രോഗം വരുമ്പോ ശബരിമല അയ്യപ്പനുണ്ടാവില്ല. കാരണം അദ്ദേഹം ഈ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നില്ലല്ലോ, അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. അപ്പൊ ഇവര് കടം മേടിക്കേണ്ടി വരാം. അന്ന് ഞാൻ ആലോചിക്കുന്ന വെച്ചാല് ഒരു 15,000 രൂപ അവർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി 35,000 രൂപയ്ക്കുള്ള ഭക്തി മതി വെച്ചാൽ ദൈവം തന്നെ ഇവരെ രക്ഷിച്ചാല് ഇൻഷുറൻസ് രൂപത്തിൽ. അല്ല, അങ്ങനെ തോന്നാറില്ലേ? പാവപ്പെട്ടവരാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. ശബരിമലയ്ക്ക് ഇപ്പോ ഏറ്റവും കൂടുതൽ പോകുന്നത് പാവപ്പെട്ട ആളുകളാണ്. ഗുരുവായൂർക്ക് പോകുന്ന പോലെയല്ല, ശബരിമല അമ്പലത്തിൽ പോകുന്നവര് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ്. അവര് ഇത്രയധികം പണമൊക്കെ ചെലവാക്കി പോകേണ്ട കാര്യമുണ്ടോ അവരുടെ ആലോചിക്കുന്നതാണ്. നമ്മുടെ ഈ ടോക്ക് കേൾക്കുന്നവരെ ആലോചിക്കേണ്ട കാര്യം. കാരണം ഏറ്റവും മിനിമം വേണ്ടത് നമുക്ക് ഇൻഷുറൻസ് ആണ്. കാരണം മോദിയുടെ ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടിയും ഇല്ല. സർക്കാരിന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്കിലും മറ്റേലും കഴിയും, അല്ലെ?
അപ്പൊ പിന്നെ നമ്മൾ തന്നെ രക്ഷിക്കണം അവര് എന്തോ അത് ശരിയാണ്. അതില് തർക്കിക്ക ഇപ്പൊ മലയാറ്റൂര് പോയാലോ അല്ലെങ്കിൽ ഇവിടെ പോയാലോ നമ്മുടെ അസുഖങ്ങൾ ഒരിക്കലും മാറുന്നില്ല. മാറില്ല. അതിനെ നമ്മൾ ചികിത്സിക്കാൻ ചികിത്സിക്കാനാണ്. ഇപ്പൊ എന്റെ ഭാര്യ അങ്ങനെ വയ്യാണ്ട് എടുക്കുമ്പോ നമ്മുടെ അളിയൻ തന്നെ പോയി അമ്പലത്തിൽ പ്രാർത്ഥിച്ച് ഒരു ചരടൊക്കെ വന്ന് കൊണ്ട് കയ്യിൽ കെട്ടി. അങ്ങനെ അപ്പൊ ആള് ഭയങ്കര ഭാര്യയ്ക്ക് സമാധാനം ഇല്ലെങ്കിലും ആ കെട്ടിയ ആൾക്കെങ്കിലും ഒരു സമാധാനം ഉണ്ടായിക്കോട്ടെ നമ്മൾ വിചാരിച്ചു. ആള് എന്നിട്ട് പിന്നെ കൈയൊക്കെ കാട്ടി കൊടുത്തു. പിന്നെ അളിയൻ പോയി കഴിഞ്ഞപ്പോഴാണ് ആള് എന്നോട് പറയണത് ഞാൻ കൈ കാട്ടി കൊടുക്കുന്നുള്ളൂ, ആൾക്ക് ഇനി വിഷമം വേണ്ട. കാരണം അവർക്കതൊരു സന്തോഷം. രോഗിക്ക് അറിയാതുകൊണ്ട് കാര്യമില്ല. അത് രോഗിക്ക് അതിന് മുമ്പേ മനസ്സിലാക്കിയല്ലോ അല്ലെ വിജി പിന്നെ നമ്മുടെ കൂടെയാണല്ലോ കാലങ്ങളായിട്ട്. നമ്മുടെ ഒരു ആൾക്കുണ്ട് അങ്ങനെ ഉള്ള ഇത് ഉണ്ടായത്. അപ്പോ ഇനിയും അപ്പൊ അടുത്ത പുസ്തകം ആകുമ്പോ നമുക്ക് ഒന്നും കൂടി ഇരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോ നമുക്ക് ഈ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം അല്ലേ? അപ്പൊ നന്ദി, നമസ്കാരം. എല്ലാവരോടും നന്ദി പറയണം. സ്നേഹത്തോടെ കൂടി കഴിയാവുന്നവർ ഈ പുസ്തകം എനിക്ക് ഫേസ്ബുക്കിലാണ് എഴുതിയിരുന്നത്. ആ സമയത്ത് നല്ല വായനക്കാരുണ്ടായിരുന്നു അന്ന്, സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ആയിട്ട്. ഇനിയും ഒപ്പം ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹത്തോടെ.